കർത്താവ് പറഞ്ഞ ഒരു ഉപമ. ഒരു യജമാനൻ പരദേശത്ത് പോയി 3 സേവകന്മാരെ വിളിച്ചു. ഒരാൾക്ക് 5 കിലോ സ്വർണം കൊടുത്തു, ഒരാൾക്ക് 2 കിലോ സ്വർണം കൊടുത്തു, ഒരാൾക്ക് 1 കിലോ സ്വർണം കൊടുത്തു. 5 കിട്ടിയവൻ കർത്താവേ നീ നല്ലവൻ, കർത്താവേ നീ ആരാധനയ്ക്ക് യോഗ്യൻ എന്നും പറഞ്ഞ് പാട്ട് പാടി സ്തോത്രം ചെയ്ത് അവനതുകൊണ്ട് ബിസിനസ് ചെയ്തു. 2 കിലോ കിട്ടിയവൻ അതുപോലെ തന്നെ ചെയ്തു. 1 കിലോ കിട്ടിയവൻ ഇതൊരു ചതിയാണ്, ഇതൊരു വഞ്ചനയാണെന്നും പറഞ്ഞുകൊണ്ട് യജമാനൻ എന്നെ കൊടുക്കാൻ നോക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് അത് കൊഴിച്ചിട്ട് കുറെ നാൾ കഴിഞ്ഞ് യജമാനൻ വന്ന് കണക്ക് ചോദിക്കുമ്പോൾ കർത്താവ് നല്ലവൻ വല്ലവനെന്ന് പറഞ്ഞവനെ ദൈവം വിളിച്ചു. നല്ലവനെ, വിശ്വസ്തനെ, നീ വരിക. സ്തോത്രമില്ല, ആരാധനയില്ല, സഭായോഗയില്ല. കിട്ടിയത് കൊഴിച്ചിട്ടവൻ അതെടുത്തുകൊണ്ട് വന്നിട്ട് പറയാണ്, കർത്താവേ നീ ഒരു ദുഷ്ടനാണെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല. കർത്താവ് അവനെ വിളിക്കുകയാണ്, ദുഷ്ടനും മടിയനുമായവനെ. നമുക്ക് കർത്താവിനെ ആരാധിക്കാം, സ്തുതിക്കാം. അവൻ നല്ലവനാണെന്ന്, വിശ്വസ്തനാണെന്ന് അറിയാം, ആരാധിക്കാം. അവൻ ഒരു നാൾ നമ്മളെ വിളിക്കും. ദാസത്വത്തിൽ നിന്ന് യജമാനത്വത്തിലേക്കുള്ള പ്രൊമോഷൻ നിങ്ങൾക്കുണ്ട്. ആരാധിക്കുന്നവനുണ്ട്.